വെരി ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഒരു നല്ല ദിനം ആരംഭിക്കാൻ പോകുന്നു. അതിന്റെ ഒരു ഉന്മേഷത്തിലാണ്. കാരണം ഇന്ന് തിങ്കളാഴ്ചയാണ്. ക്രിസ്റ്റീന ചെറിയാൻ നമ്മൾ മോർണിംഗ് വാക്കിനായി ഇന്ന് എത്തിയിട്ടുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു സ്ഥലത്താണ്. അതിനു മുമ്പേ ഡേറ്റ് പറഞ്ഞു തുടങ്ങാം. ഇന്ന് ഡിസംബർ 23 ഇനി ക്രിസ്മസിന് കേവലം 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഒരു തിങ്കളാഴ്ച ദിവസം. മലയാളം നോക്കുകയാണെങ്കിൽ കൊല്ലവർഷം 1200 ധനു 8-ാം തീയതിയാണ്. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് എവിടെയാണ്? നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മലയാറ്റൂരാണ്. ക്രിസ്മസ് ഇങ്ങനെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അവിടെ നോക്കിക്കേ, നമ്മുടെ മലനിരകൾ കാണാം, മലയാറ്റൂർ മലനിരകൾ കാണാം, ഇവിടെ തടാകം കാണാം. നക്ഷത്രങ്ങളാൽ ഇങ്ങനെ അലങ്കൃതമാണ്. മനോഹരമായ ആകാശം, അവിടെ നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നല്ല വൈബിലാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു രാവിലെ എഴുന്നേൽക്കുക, നടക്കുക, നല്ല മനുഷ്യരാകുക. എനിക്ക് മൈക്കൽ ജാക്സന്റെ സോങ് ഓർമ്മ വരുന്നത്, ഹീൽ ദ വേൾഡ്, മേക്ക് ദിസ് വേൾഡ് എ ബെറ്റർ പ്ലേസ് ഫോർ എവ്രി വൺ. അല്ലേ? നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ ലോകം മനോഹരമാക്കി കൊടുക്കുക എന്നത്. അല്ലെ? നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് എന്താണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, മലയാറ്റൂരിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട. ആ മലകയറ്റവും വിശ്വാസപരമായ അതിന്റെ പ്രാധാന്യവും ഒക്കെ പ്രേക്ഷകർക്ക് അറിയുന്നതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന തൊട്ട് അടുത്തായിട്ട് ഇവിടെ ഒരു തടാകമുണ്ട്. ആ തടാകത്തിൽ ചുറ്റുമായിട്ട് ഒരുപാട് നക്ഷത്രങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. മറ്റൊരു നക്ഷത്ര തടാകത്തിനരികിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ കുറെ വിശേഷങ്ങൾ പറയാനൊക്കെ ഉണ്ട്. ആ കാഴ്ചകളിലേക്കും ഒപ്പം മറ്റു വിശേഷങ്ങളൊക്കെ വരാം. വാർത്തകൾ സംഭവിക്കുന്ന സമയം കൂടിയാണ്. വാർത്തകളിലേക്ക് പോയ ശേഷം നമുക്ക് മറ്റു വിശേഷങ്ങൾ പറയാം. യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ മോർണിംഗ് വാക്കിനായി നമ്മൾ എത്തിയിരിക്കുന്നത് മലയാറ്റൂരാണ്. ഇവിടെ നക്ഷത്ര തടാകത്തിന് അരികിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്നലെ നമ്മൾ മറ്റൊരു തടാകം കണ്ടു ഇതുപോലെ. പക്ഷേ ഇതിപ്പോൾ ഒരു തടാകത്തിന് ചുറ്റി ഒരു വലിയ ഏരിയയിൽ ഈ നക്ഷത്രങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് കാണാം. ഇപ്പോൾ ലൈറ്റ് ഓൺ അല്ല, പക്ഷേ നക്ഷത്രങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ട് ഒരു കിലോമീറ്ററുകളോളം ഇതിങ്ങനെ പോവുകയാണ്. നമ്മുടെ വലത് ഭാഗത്ത് മലയാറ്റൂർ മല കാണാം. അവിടെയാണ് ഈ വിശ്വാസികൾ കയറി പോവുകയും അവിടെ പ്രാർത്ഥന ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അതൊക്കെ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. മലയാറ്റൂർ മറ്റൊരു പശ്ചാത്തലവും വിശ്വാസപരമായ ചരിത്രവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ മോർണിംഗ് വാക്ക് ആരംഭിക്കുന്നത്. പ്രേക്ഷകരിൽ എത്ര ആൾക്കാർ മോർണിംഗ് വാക്കിനായി തയ്യാറായി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ അറിയിക്കുക. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാത്തിരിക്കുകയാണ് നമ്മൾ. അതെ, അങ്ങനെ വാർത്തയിലേക്ക് പോയാലോ. ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത, എക്സാലോജിക് മാസപ്പടി കേസിലെ SFI അന്വേഷണത്തിനെതിരെ CMRL നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണെന്ന വാർത്തയാണ്. ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗിന്റെ ബെഞ്ച് കേസിൽ വിശദമായ വാദം കേൾക്കും. കഴിഞ്ഞ തവണ കേസിൽ വാദം കേൾക്കവേ CMRLനെതിരെ ഗുരുതര വെളിപ്പെടുത്തലാണ് SFIO കോടതിയിൽ ഉന്നയിച്ചത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി തത്സമയം ചേരുന്നത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. നേരത്തെ ഈ റിപ്പോർട്ട് കോടതിയിൽ വന്നപ്പോൾ തന്നെ അതിൽ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിലിപ്പോൾ CMRL അതിനെതിരെ ഒരു ഹർജി നൽകിയിട്ടുണ്ട്. ആ ഹർജി ഇന്ന് പരിഗണിക്കപ്പെടുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആരോപണങ്ങൾ, ഒന്ന്, ഈ ഭീകര പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരുമായി ഇടപാടുകൾ ഉണ്ടായി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനോടൊക്കെ എങ്ങനെയാണ് CMRL പ്രതിരോധിക്കുക എന്നത് ശ്രദ്ധേയമാണ്. അത് കേസിൽ ഏറ്റവും നിർണായകവുമാണല്ലോ. വിവരങ്ങൾ എന്താണ്? വെരി ഗുഡ് മോർണിംഗ് പ്രജിൻ, ക്രിസ്റ്റീന. ഏറെ നിർണായകമായ കേസ് തന്നെയാണ് ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലെ SFIO അന്വേഷണത്തിനെതിരെ CMRL നൽകിയ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത്. ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗിന്റെ ബെഞ്ച് ഈ ഹർജിയിൽ വിശദമായ വാദം ഇന്ന് കേൾക്കും. കഴിഞ്ഞ തവണ കേസ് വാദം കേൾക്കുന്ന ഘട്ടത്തിൽ പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ CMRLനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകൾ SFIO കോടതിയിൽ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ CMRL നൽകിയ പണം ഒരു ഭീകര പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്ക് ആണോ ലഭിച്ചത് എന്ന സംശയമുണ്ട് എന്ന് ഹർജിയിൽ ഉന്നയിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ പണം, എക്സാലോജിക് നൽകിയ പണം ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു പ്രമുഖ വ്യക്തിക്ക് വേണ്ടിയാണോ എന്ന സംശയവും ഈ SFIO ഉന്നയിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം സംബന്ധിച്ചുള്ള വിശദമായ വാദങ്ങൾ ഇന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഈ ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ വിഷയത്തിൽ മറ്റൊരു അന്വേഷണം നടത്തുന്നത് ചട്ടവിരുദ്ധമാണ് എന്നുള്ളതാണ് CMRL പ്രധാനമായും ഉന്നയിക്കുന്നത്. ഈ വാദം അംഗീകരിക്കുമോ ഹൈക്കോടതി എന്നുള്ളതും നിർണായകമായി മാറും. അങ്ങനെയെങ്കിൽ ഈ കേസിൽ SFIയുടെ അന്വേഷണം തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് CMRLന്റെ ഈ വാദം എന്നുള്ളത്. ഇക്കാര്യത്തിൽ ഡൽഹി ഹൈക്കോടതി ഈ വാദങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനമെടുക്കുക. കോടതിയിൽ ഇന്ന് രണ്ട് വിഭാഗവും ഉന്നയിക്കുന്ന വാദങ്ങൾ അത് ഏറെ നിർണായകമാകും. പ്രജിൻ, ക്രിസ്റ്റീന.
യെസ്, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. അപ്പോൾ എന്തായാലും പ്രധാനപ്പെട്ട വാദങ്ങൾ ഇന്ന് കോടതിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. എങ്ങനെയാണ് കമ്പനി CMRൽ ഇത് പ്രതിരോധിക്കുന്നത് കഴിഞ്ഞ റിപ്പോർട്ടിനെ എന്നത് ശ്രദ്ധേയമാണ്. അതിൽ പേരുകൾ പരാമർശിച്ചെങ്കിൽ കൂടി ഒരു ഇമ്പോർട്ടന്റ് പേഴ്സൺ എന്ന് പറയുന്നുണ്ട്. ആ ഇമ്പോർട്ടന്റ് പേഴ്സൺ ആരാണ് എന്നൊക്കെ CMRൽ വെളിപ്പെടുത്തുമോ എന്നൊക്കെ കണ്ടറിയാം. മാത്രമല്ല, ഈ ഭീകരപ്രവർത്തനങ്ങളുമായി കൂട്ടുനിൽക്കുന്നവരുമായി ഇടപാടുകളുണ്ടായി, സാമ്പത്തിക ഇടപാടുകളുണ്ടായി എന്നൊക്കെയുള്ള ആരോപണങ്ങളിൽ എങ്ങനെയാണ് CMRൽ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത് എന്നത് നിർണായകമാണ്. അതെ. അപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിൽ പ്രേക്ഷകരൊക്കെ ഹാജരായിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ്. സുനേഷ് വലിയ വീട്ടിൽ വെരി 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 ഗുഡ് മോർണിംഗ്. മോർണിംഗ് വാക്ക് കാണാൻ എൻ്റെ മോളും ഉണ്ട്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പേര് നയന. അപ്പം നയനക്കുട്ടി ഗുഡ് മോർണിംഗ്. വിനോദ് നായർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ലിവർപൂൾ ജയിച്ചത് കൊണ്ടാണോ ചുവപ്പ് ഇട്ടതെന്ന്. അങ്ങനെയെങ്കിൽ നമുക്ക് അങ്ങനെ കരുതാം അല്ലേ, ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട്. അഷ്റഫ് കല്ലട, ജയകുമാർ, സുജിത് മാത്യു, ഗ്രീഷ്മ, ലബീഷ്, ഷാനു ഹമീദ്, ബൈജു എബ്രഹാം, സബിതായം, ഇവരുടെയൊക്കെ മെസ്സേജ് കാണുന്നുണ്ട്. ഷാജി കുണ്ടറ 00. അപ്പോൾ നമ്മൾ പോകെ കൂടുതൽ മെസ്സേജ് വായിക്കാം. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോയാലോ? യെസ്, നമുക്കൊന്ന് ഇടുക്കിയിലേക്ക് പോവാം. എല്ലാവർക്കും അറിയുന്നത് പോലെ കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യ അത് വലിയ വിഷയമായി അവിടെ ചർച്ചയാകുന്നുണ്ട്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ആ കേസ് അന്വേഷിക്കുന്നു. ഇന്ന് ആരോപണ വിധേയരായിട്ടുള്ള ഈ കട്ടപ്പനയിലെ റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിലെ ജീവനക്കാരെ ഇന്ന് ചോദ്യം ചെയ്യും, അവരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ സാബു എന്ന അവിടുത്തെ നിക്ഷേപകന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ചില പേരുകൾ പരാമർശിച്ചിട്ടുണ്ട് അവിടുത്തെ ജീവനക്കാരുടെ. അവരുടെയൊക്കെ മൊഴി ഇന്ന് രേഖപ്പെടുത്താൻ പോകുന്നു എന്ന് അറിയുന്നു. കൂടുതൽ വിവരങ്ങൾ നമുക്ക് രാഹുൽ വിജയനോട് ചോദിക്കാം കട്ടപ്പനയിൽ നിന്നും. രാഹുൽ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് എന്തായാലും മൊഴി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് എത്ര പേരുടെ മൊഴി രേഖപ്പെടുത്തും? ഏത് രീതിയിലാണ് ഇനി ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടക്കുക? കൃഷ്ണ പ്രജിൻ, ഗുഡ് മോർണിംഗ്. ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്നാണ് സാബുവിന്റെ ഭാര്യ ഇന്നലെ വ്യക്തമാക്കിയത്. അതിനുവേണ്ടിയുള്ള തെളിവുകൾ പോലീസ് ശേഖരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള ബാങ്ക് സെക്രട്ടറി റെജി എബ്രഹാം, ജീവനക്കാരായ ബിനോയ്, സുജമോൾ എന്നിവരുടെ മൊഴികളാണ് ഇന്ന് രേഖപ്പെടുത്തുക. പോലീസ് പ്രത്യേക അന്വേഷണ സംഘമാണ്, കട്ടപ്പന SP നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. സാബുവിനെ ഭീഷണിപ്പെടുത്തിയ CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം BR സജിയുടെ മൊഴിയും ഈ പ്രത്യേക സംഘം രേഖപ്പെടുത്തും. സാബുവിന്റെ ഭാര്യയുടെയും സുഹൃത്തുക്കളിൽ ചിലരുടെയും മൊഴി പോലീസ് നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതായത് ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സാബുവിന്റെ മൊബൈൽ ഫോണും ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. മൊഴിയിലും CCTV ദൃശ്യങ്ങളിലും നിന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നതിനുള്ള തെളിവുകൾ കിട്ടുമോ എന്നാണ് പോലീസ് പ്രധാനമായും ഈ ഘട്ടത്തിൽ പരിശോധിക്കുക. സംഭവത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് ഒരു പ്രതിഷേധ സദസ്സും കട്ടപ്പനയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ശരി, രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത് കട്ടപ്പനയിൽ നിന്നും. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കേസിന്റെ പോക്ക് എങ്ങനെയാണെന്നൊക്കെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മൊഴിയിൽ എന്തൊക്കെയാണ് അവർ പറയുന്നത്, ഈ സാബു എഴുതി വെച്ച കാര്യങ്ങളിൽ ഈ ഉദ്യോഗസ്ഥർ എന്ത് പറയുന്നു എന്നത് ആ കേസിനെ പോലും ബാധിക്കുന്നതാണ് അല്ലേ? അതെ. അപ്പോൾ അതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കഴിഞ്ഞ ദിവസവും നമ്മൾ പ്രതീക്ഷ പങ്കുവച്ചതാണ്. നമ്മുടെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ MT വാസുദേവൻ നായർ, അദ്ദേഹം ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ്. നില ഗുരുതരമാണെന്ന് പറയുമ്പോഴും നേരിയ തരത്തിൽ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നാണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. മിഥിലയുണ്ട്. മിഥില, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ പ്രതീക്ഷയോടെ തന്നെയാണ്, പ്രാർത്ഥനയോടെ കേരളം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ട്. MTയുടെ ആരോഗ്യനില മെച്ചപ്പെടണം എന്ന് പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളുണ്ട്. നേരിയൊരു പുരോഗതി എന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? മരുന്നുകളോട് ചെറിയ രീതിയിലെങ്കിലും പ്രതികരിക്കുന്നുണ്ട് എന്ന മെഡിക്കൽ ബുള്ളറ്റിൻ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. ഇന്നിപ്പോൾ കൂടുതലായി എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എപ്പോഴായിരിക്കും ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാവുക? വിവരങ്ങൾ എന്താണ്? പ്രജിൻ, ക്രിസ്റ്റീന, MTക്കായി കേരളം ഒന്നാകെ MTയെ അറിയുന്ന ആളുകളെല്ലാം തന്നെ പ്രാർത്ഥനയിലാണ്. പ്രതീക്ഷയുണ്ട്, അതേസമയം ആശങ്കയോടുകൂടി തന്നെയാണ് ഈ വാർത്ത പങ്കുവെക്കാനുള്ളത്. പ്രതീക്ഷ എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മരുന്നുകളോടെല്ലാം ചെറിയ രീതിയിൽ MT പ്രതികരിക്കുന്നുണ്ട്. അതേസമയം തന്നെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ഇന്നലെ ഏറ്റവും വൈകി വന്ന മെഡിക്കൽ ബുള്ളറ്റിനും പറയുന്നത്. 10 മണിയോടെയായിരിക്കും ഇന്നത്തെ പുതിയ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവരിക. നിലവിൽ കാർഡിയോളജി വിഭാഗത്തിന്റെ പരിചരണയിലാണ് അദ്ദേഹം ഉള്ളത്. കാർഡിയോളജി ICUലാണ്. മറ്റ് വിദഗ്ധ
ഡോക്ടർമാരും അദ്ദേഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം 15-ന് രാവിലെയാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് MT കോഴിക്കോട്ട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായി. തുടർന്നായിരുന്നു ഇത്തരത്തിൽ ആരോഗ്യനില വഷളായത്. എന്നിരുന്നാൽ പോലും ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകിട്ട് വന്ന ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം മരുന്നുകളോട് ചെറിയ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം. അതേസമയം തന്നെ മാറ്റമില്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നത് അല്പം ആശങ്ക നൽകുന്നുണ്ട്. എന്തിനായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നാടൊന്നാകെ അല്ലെങ്കിൽ കേരളക്കരെ ഒന്നാകെ അതിനപ്പുറം അദ്ദേഹത്തെ അറിയുന്ന ആളുകളെല്ലാം തന്നെ അദ്ദേഹം തിരിച്ചുവരവിനായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രജിൻ, ക്രിസ്റ്റീന. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ നമ്മുടെയും ആ ഒരു ആഗ്രഹവും അങ്ങനെയാണ്, അദ്ദേഹം എത്രയും വേഗം തിരികെ ആരോഗ്യത്തോടുകൂടെ വരട്ടെ എന്നത് തന്നെയാണ്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്കൂടെ പോവാം. വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേഷൻ കൂടിയുണ്ട്. അത്തരം ആശങ്കകളെല്ലാം ആ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുണ്ട്. ആ ആശങ്കകളെല്ലാം പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് CM ചെയർമാൻ ഇന്ന് മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. പല കോണുകളിൽ നിന്നും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പൊങ്ങി വന്ന സാഹചര്യത്തിലാണ് ഈ ഒരു കൂടിക്കാഴ്ച എന്ന് മനസ്സിലാകുന്നു. വൈകുന്നേരം 4 മണിക്കാണ് ജോസ് കെ മാണി മുഖ്യമന്ത്രിയെ കാണുക. കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാക്കളും ജോസ് കെ മാണിക്കൊപ്പം ഉണ്ടാകും എന്നറിയുന്നു. വനനിയമ ഭേദഗതി സംബന്ധിച്ച് മലയോരത്തെ ജനങ്ങൾക്കും കർഷകർക്കും വലിയ ആശങ്കയുണ്ട്. ക്രൈസ്തവ സഭകളും ആശങ്ക പ്രകടിപ്പിച്ചതോടെയാണ് കേരള കോൺഗ്രസ് മുഖ്യമന്ത്രിയെ കണ്ട് അതൃപ്തി അറിയിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് CPI-യുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 പ്രധാനപ്പെട്ട ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്ന സമയമാണ്. ഒന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് വയനാടുമാണ്. തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയെയും പുതിയ കമ്മിറ്റിയെയും ഇന്ന് തെരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആരാണ് പുതിയ സെക്രട്ടറിയായി വരിക, നിലവിലെ സെക്രട്ടറി വി ജോയ് തുടരുമോ എന്ന കാര്യങ്ങളൊക്കെ ഇന്ന് അറിയാൻ കഴിയും. MV ഗോവിന്ദന്റെ മറുപടി പ്രസംഗത്തിന് ശേഷമായിരിക്കും ആ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നറിയുന്നു. ജില്ലാ സെക്രട്ടറിയായി വി ജോയ് MLA തുടരുമെന്ന് ഉറപ്പാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പുതിയ ജില്ലാ കമ്മിറ്റി പാനൽ തയ്യാറാക്കുന്നതിനായി നിലവിലുള്ള ജില്ലാ കമ്മിറ്റി രാവിലെ 10 മണിക്ക് ചേരും. 46-അംഗ ജില്ലാ കമ്മിറ്റിയെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. പ്രായപരിധി പിന്നിട്ട നേതാക്കളെയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കും. MLA-മാരായ G. സ്റ്റീഫൻ, VK പ്രശാന്ത്, PKS, സംസ്ഥാന പ്രസിഡന്റ് വണ്ടിത്തടം മധു, മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഷീജ സുദേവ് എന്നിവർ കമ്മിറ്റിയിലെത്തും. ഇനി വയനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വയനാട്ടിലെ CPM സമ്മേളനത്തിന് ഇന്ന് സമാപനമാകുന്നുണ്ട്. ജില്ലാ സമ്മേളനത്തിന് രാവിലെ 10 മണിക്ക് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടക്കുന്നു. തുടർന്ന് ജില്ലാ സെക്രട്ടറിയെയും തെരഞ്ഞെടുക്കും. ജില്ലാ സെക്രട്ടറിയായി P. ഗഗാരൻ തുടരും എന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 1,00,000 പേർ പങ്കെടുക്കുന്ന പൊതുസമ്മേളനത്തോടെ ജില്ലാ സമ്മേളനം സമാപിക്കും എന്നാണ് അറിയുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരിയുമാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വൈകുന്നതിൽ പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. നടപടികൾക്ക് ഉദ്യോഗസ്ഥതല വീഴ്ച സർക്കാരിന് നാണക്കേടുണ്ടാക്കുന്നുവെന്നായിരുന്നു വിമർശനം. പാർട്ടി നിയന്ത്രണത്തിലുള്ള ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി നിക്ഷേപകർക്ക് പണം തിരികെ നൽകാത്തതും സമ്മേളനത്തിൽ വിമർശനമായി ഉയർന്നു വന്നിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത കൂടി പറഞ്ഞു നോക്കാം. മറ്റു വിശേഷങ്ങളിലേക്ക് പോവാം. അത് NCP-യിലെ തർക്കങ്ങളാണ്. അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിലേക്ക് ആ തർക്കം എത്തുന്നു. മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയാണ് തർക്കമെന്ന് പ്രേക്ഷകർക്കറിയാം. AK ശശീന്ദ്രനും തോമസ് കെ തോമസും വിടാതെയുണ്ട്. അത് രാഷ്ട്രീയ വിഷയമായിരുന്നു. NCP-യിലെ വലിയ ആഭ്യന്തര വിഷയമായി മാറുന്നുണ്ട്. ഇന്നിപ്പോൾ അത് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുകയാണ് തോമസ് കെ തോമസ്. കാരണം ഇന്ന് മുഖ്യമന്ത്രിയെ കാണാനുള്ള അനുമതി തോമസ് കെ തോമസിന് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ തിങ്കളാഴ്ച അറിയിക്കാമെന്ന് ആണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതനുസരിച്ച് ഇന്ന് തോമസ് കെ തോമസ് മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. AK ശശീന്ദ്രനെ മാറ്റി മന്ത്രിസ്ഥാനത്ത് തന്നെ കൊണ്ടുവരണം എന്നൊരു കാര്യം തോമസ് കെ തോമസ് ആവശ്യപ്പെടും എന്നാണ് അറിയുന്നത്, അല്ലെ? അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്ത് എത്തും. AK ശശീന്ദ്രനെ രാജിവെപ്പിച്ച് തന്നെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്നാണ് തോമസ് കെ തോമസിന്റെ ആവശ്യം. കോഴ ആരോപണത്തിൽ തോമസ് കെ തോമസിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് NCP മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് വാർത്തകൾ. കൂടുതൽ വാർത്തകളിലേക്ക് നമുക്ക് എത്താം. നമ്മളിപ്പോൾ ഉള്ളത്, ഒരിക്കൽ കൂടി പറയുന്നു, പ്രേക്ഷകർ വൈകി വന്ന പ്രേക്ഷകർക്കായി പറയുകയാണ്, നമ്മൾ മോർണിംഗ് വാക്കിനായി എത്തിയിട്ടുള്ളത് മലയാറ്റൂരാണ്. മലയാറ്റൂരിലുള്ള ഈ പറയുന്ന നക്ഷത്ര തടാകത്തിന് അരികിലൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ്. നമുക്ക് തൊട്ടടുത്തായി നിങ്ങൾക്ക് വലിയ തടാകം കാണാം. അതിനെ ചുറ്റിലും ഒരുപാട് നക്ഷത്രങ്ങൾ, പല വർണ്ണങ്ങളിലുള്ള നക്ഷത്രങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് കാണാൻ എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് ഇത് ഇവിടെ ഉണ്ട് എന്നാണ്. ഓരോ ക്രിസ്മസ് സീസണിലും ഇത് സംഭവിക്കാറുണ്ട്. ഇവിടെ ഒരുപാട് പേർ ഇങ്ങോട്ട് എത്താറുമുണ്ട്. തൊട്ടടുത്ത് കുരിശുമലയുണ്ട്. മല കയറ്റവും അതിൻ്റെ വിശ്വാസപരമായ ചരിത്രവും പ്രാധാന്യവും ഒക്കെ വിശ്വാസികൾക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് മലയാറ്റൂർ മല, ഇതൊക്കെ അറിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾ ഈ മോർണിംഗ് വാക്കിനായി ഇന്നെത്തിയിട്ടുള്ളത്. എന്ത് തോന്നുന്നു? ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് ഈ പ്രകൃതിയുടെ സൗന്ദര്യം അത് ഓരോ ഇഞ്ചും അങ്ങനെ ആസ്വദിച്ചു പോവുകയാണ്. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം ഈ ജലത്തിൽ ഈ ലൈറ്റുകളുടെ ആ ഒരു റിഫ്ലക്ഷൻ വരുന്നതാണ്. അതിമനോഹരമായി
കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് ആ ലൈറ്റുകൾ മലയിൽ നിന്നുള്ള ലൈറ്റുകളോടുള്ളതുകൊണ്ട് ആ പർവ്വത നിരയുടെ അല്ലേ ആ മനോഹാരിത നമ്മൾ ഈ പാഠപുസ്തകങ്ങളിലൊക്കെ പണ്ട് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ അത് അതേപോലെ വെട്ടി ഒട്ടിച്ചതുപോലെ ഒരു ഫ്രെയിം. ഇത് മനോഹരമാണ്. എനിക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ പറയില്ലേ സ്പീച്ച്ലെസ്, സംസാരിക്കാൻ അങ്ങനെ കുറച്ചുകൂടെ വിളിച്ചു വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർക്കും അതിന്റെ ആ ദൃശ്യ ഭംഗി മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മലയാറ്റൂരിൽ നേരത്തെ വന്നിട്ടുള്ള പ്രേക്ഷകർ ഇത് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ അക്കാര്യങ്ങളോട് പറയുക. കമന്റ് ബോക്സിൽ കമന്റ് വന്നു കഴിഞ്ഞു. സുരേന്ദ്രകുമാർ PM പറയുകയാണ്, പ്രജിൻ നിങ്ങളെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അതാ പറഞ്ഞത്, കുറച്ചുകൂടെ വെട്ടം വരേണ്ട ഒരു സാഹചര്യമുണ്ട്. ബീന സുരേഷ്, പൊന്നും കുരിശു മുത്തപ്പ പൊന്മല കയറും, ഷാജി കുണ്ടറ മലയാറ്റൂരിനെ പറ്റി ഒരു ഗാനം ആലപിക്കൂ എന്ന് പറയുന്നുണ്ട്. മിനി ബാബു പാടൂ പാടൂ പ്രജിൻ എന്ന് പറയുന്നുണ്ട്. സിന മുഹമ്മദ്, സ്കൂൾ ഇല്ലാത്തത് കൊണ്ട് ഉറങ്ങിപ്പോകും, നിങ്ങൾ വരുന്നത് കാണുമ്പോൾ ചാടി എഴുന്നേക്കും. നല്ല കാര്യമാണ്. വസന്തകുമാരി, ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട് നക്ഷത്ര തടാകം, ഇരുട്ട് നീങ്ങി നല്ല കാഴ്ചയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും രമേശ് നായിക്, ഇപ്പോൾ ഗ്രീഷ്മയുടെ പേര് പറഞ്ഞപ്പോൾ പറഞ്ഞ അതിന്റെ മുമ്പിൽ ഒരു ഫൈസൽ ഉണ്ട്, കണ്ടില്ലേ എന്ന്. സോറി കേട്ടോ, ഞാൻ വായിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെയൊക്കെ കമന്റ്സ് കാണുന്നുണ്ട്. ഒരു ഹുസൈൻ, ഫുൾ നെയിം ഞാൻ ഓർക്കുന്നില്ല, ഇന്നലെയും പറഞ്ഞിരുന്നു ഖത്തറിൽ നിന്നാണ് കാണുന്നത്. അപ്പോൾ ആഗോള മലയാളികൾ പല ഇടങ്ങളിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ വരിക, നമുക്ക് സംസാരിച്ചും വാർത്തകൾ പറഞ്ഞും ഇങ്ങനെ പോവാം അല്ലേ? ശരി, വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ സംഭവിച്ചൊരു ദാരുണ സംഭവമുണ്ട്. അതിന്റെ ഒരു കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്കിന്ന് പോകണം. അത് കൊല്ലത്തു നിന്നാണ് ആ വാർത്ത ഇന്നലെ വന്നത്. കുടിവെള്ളം ശേഖരിക്കാൻ പോകുന്നതിനിടയിൽ വള്ളം മറിഞ്ഞ് അവിടെ ഒരു യുവതി മരിച്ചിരുന്നു. കാരണം ആ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ്. അതുകൊണ്ട് മറുകരയിൽ പോയി വെള്ളം എടുക്കേണ്ട സ്ഥിതിയുണ്ട്. ഈ വള്ളത്തിൽ പോയിട്ടാണ് കുടിവെള്ളം എടുക്കുക. അങ്ങനെ പോകുന്ന സമയത്താണ് ഈ അപകടം സംഭവിച്ചത്. അങ്ങനെ വള്ളം മറിഞ്ഞ് അപകടം സംഭവിക്കുകയായിരുന്നു. അതിലാണ് ഈ യുവതിയുടെ മരണം സംഭവിച്ചത്. സന്ധ്യ സെബാസ്റ്റ്യന്റെ സംസ്കാരം ഇന്ന് നടക്കും എന്ന വാർത്തയാണ് നമുക്ക് അപ്ഡേഷനായി പറയാനുള്ളത്. 11 മണിക്ക് മുക്കോട് ദേവാലയത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതേസമയം 9 ദിവസം കഴിഞ്ഞിട്ടും കുടിവെള്ളം എത്താത്ത സാഹചര്യത്തിൽ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. ശാസ്താംകോട്ടയിൽ നിന്നുള്ള പ്രധാന കുടിവെള്ള പൈപ്പ് ലൈൻ തകരാറിലായതോടെയാണ് കൊല്ലം നഗരത്തിൽ ഉൾപ്പെടെ തുരുത്ത് നിവാസികൾക്ക് കുടിവെള്ളം മുടങ്ങിയത് എന്ന വാർത്തയും നമുക്ക് ഇതോടൊപ്പം തന്നെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. യെസ്, നമുക്കിനി അടുത്ത വാർത്തയിലേക്ക് പോയാലോ? പ്രധാനമന്ത്രി കുവൈത്തിൽ സന്ദർശനത്തിലായിരുന്നു. നിരവധി തന്ത്രപ്രധാനമായ കരാറുകൾ പല മേഖലകളിലും സഹകരണ കരാറുകളൊക്കെ ഒപ്പിട്ട ശേഷമാണ് വിജയകരമായി ആ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി മടങ്ങിയെത്തിയത്. ഇനി ക്രിസ്മസിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹി ഗൗലഖാന സീക്രഡ് ഹാർട്ട് ദേവാലയം സന്ദർശിക്കും. CBCIയുടെ ക്ഷണം സ്വീകരിച്ചാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. മത നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വൈകിട്ട് 6 മണിക്കാണ് ഈ കൂടിക്കാഴ്ച. ക്രിസ്മസ് ദിനത്തിൽ BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയും ദേവാലയങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. ഇനി അടുത്ത വാർത്തയിലേക്കാണ്. തിരുനെൽവേലിയിൽ നമ്മൾ പുറത്തു കൊണ്ടുവന്നൊരു വാർത്തയാണ്. അതിൽ നടപടി വളരെ പെട്ടെന്നുണ്ടാവുന്നു അധികൃതരുടെ ഭാഗത്തുനിന്നും. അപ്പോൾ ഇപ്പോഴും നമ്മൾ അതിന് അന്വേഷണം തുടരുന്നുമുണ്ട്. തിരുനെൽവേലിയിൽ നിന്ന് നമുക്ക് കൂടുതൽ വിവരങ്ങൾ വരുന്നുമുണ്ട്. ഇതാ ഇപ്പോൾ ഈ ആശുപത്രി മാലിന്യം തള്ളിയ സംഭവമാണ് കേരളത്തിനാകെ നാണക്കേടായത്. എന്തായാലും ആ മാലിന്യങ്ങൾ തിരികെ എടുക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട്. അതിനായുള്ള നടപടികൾ കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചതുമാണ്. ഇന്നും ആ ജോലികൾ തുടരും. 4 ലോഡ് മാലിന്യങ്ങൾ കൂടി നീക്കം ചെയ്യാനുണ്ട് എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ തമിഴ്നാടിനെ അറിയിച്ചിട്ടുമുണ്ട്. MG പ്രതീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, വെരി 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 ഗുഡ് മോർണിംഗ്. വളരെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്, പക്ഷേ അതിൽ വളരെ കൃത്യമായ ഒരു നടപടി ഉണ്ടായി. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്ന തീരുമാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികളാണ് ഉണ്ടാകുക, ഇന്നത്തെ ദിവസം വരാനിരിക്കുന്ന അപ്ഡേഷൻസ് എന്നാണ്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് പ്രജിൻ. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന് ഏറെ നാണക്കേടുണ്ടാക്കിയ സംഭവം തന്നെയായിരുന്നു സംസ്ഥാനത്തെ ആശുപത്രി മാലിന്യങ്ങൾ മറ്റൊരു സംസ്ഥാനത്തെ കൊണ്ട് തള്ളിയ സംഭവം. ഇതിൽ വളരെ വൈകിയെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ സംസ്ഥാന സർക്കാരും തമിഴ്നാട് സർക്കാരും സംയുക്തമായാണ് ഈ മാലിന്യ നീക്കം നടത്തിയത്. ഏകദേശം 18 ലോറി മാലിന്യമാണ് ഇന്നലെ തമിഴ്നാട് നിന്ന് നീക്കിയത്. ഇനി 4 ലോഡ്
മാലിന്യം കൂടി നീക്കാനുണ്ട് എന്നതാണ് തമിഴ്നാട് അറിയിച്ചിരിക്കുന്ന കാര്യം. ഈ ഇന്നലെ പ്രതികൂല കാലാവസ്ഥയായതോടുകൂടിയാണ് മാലിന്യ നീക്കം രാത്രിയോടുകൂടി തന്നെ അവസാനിപ്പിച്ചത്. 4 ലോഡ് കൂടി നീക്കം ചെയ്യുന്നതോടുകൂടി തന്നെ ഈ മാലിന്യം പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റാൻ കഴിയുമെന്നതാണ് പ്രധാനമായും സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളും അറിയിച്ചിരിക്കുന്ന കാര്യം. കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് ഹരിത ട്രൈബ്യൂണൽ നൽകിയ അവസാന തീയതി. ഇന്ന് ഈ കേസ് ഹരിത ട്രൈബ്യൂണൽ വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതിൽ കൃത്യമായൊരു സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് അറിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ മാലിന്യം പൂർണ്ണമായും നീക്കാനുള്ള ഒരു ശ്രമമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉള്ളത്. 70 സംഘങ്ങൾ എത്തി 5 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടായിരുന്നു ഈ മാലിന്യ നീക്കം നടത്തിയിട്ടുള്ളത്. ഇതിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ 4 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഒരു മലയാളി ഉൾപ്പെടെ 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അത് ഈ കരാറെടുത്ത സ്വകാര്യ കമ്പനിയുടെ സൂപ്പർവൈസറെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നിയമപരമായ നടപടിയിലേക്ക് സംസ്ഥാന സർക്കാരും കടന്നിട്ടുണ്ട്. ഇതിൽ RCCയുടെ അടക്കം ഇനി ചില നടപടികൾ വരാനുണ്ട്. ഈ കരാർ റദ്ദാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് RCC പോയിട്ടുണ്ട്. ഈ സ്വകാര്യ കമ്പനി ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നടക്കം മാലിന്യം ശേഖരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനും ഈ കമ്പനിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്തായാലും ശക്തമായൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. മാലിന്യ നീക്കം ഇന്ന് അല്പസമയം, ഇന്ന് രാവിലെ ഒരു 8 മണിയോടുകൂടി തന്നെ മാലിന്യ നീക്കം ആരംഭിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെയെങ്കിൽ ഉച്ചയോടുകൂടി തന്നെ പൂർണ്ണമായും മാലിന്യം നീക്കം ചെയ്യും. പ്രജൻ, ക്രിസ്റ്റീന. ശരി. MG പ്രതീക്ഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകി. എന്തായാലും നമ്മൾ അവിടെ കൊണ്ടുപോയി ഇട്ട മാലിന്യങ്ങളാണ് അത് തിരിച്ചെടുക്കാൻ നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം മറ്റൊരു സ്ഥലത്ത് പോയി നമ്മൾ എന്നും പറയുന്ന കാര്യമാണ്, നമ്മുടെ പറമ്പിൽ നിന്ന് എടുത്ത മാലിന്യം തൊട്ട് അപ്പുറത്തെ പറമ്പിൽ കൊണ്ടുപോയി സ്ഥാപിക്കുന്ന പരിപാടി. അത് പക്ഷേ ഈ രീതിയിൽ ഒരു സംസ്ഥാനം മാറി മറ്റു സംസ്ഥാനത്ത് കൊണ്ടുവിടുക എന്നുള്ളത് നാണക്കേടാണ്. എന്തായാലും അതിൽ വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. നേരത്തെ കരാറുമായി മുന്നോട്ട് പോയ സ്ഥാപനവുമായുള്ള കരാർ റദ്ദാക്കും എന്ന് ഇന്നലെ തന്നെ അറിയിച്ചതാണ് ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ. ഒപ്പം തന്നെ തെറ്റുകൾ പറ്റും, പക്ഷേ ആ തെറ്റുകൾ തിരുത്തുക, ആവർത്തിക്കാതിരിക്കുക എന്നത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. അത് തന്നെ സർക്കാർ ചെയ്യും എന്ന് കരുതുന്നു. നമ്മുടെ കമന്റ് ബോക്സിൽ വൈകി വന്ന പ്രേക്ഷകർക്ക് ഒരു കൂടി പറയുന്നു, നമ്മളുള്ളത് മലയാറ്റൂരാണ്. മലയാറ്റൂരിലെ ഈ നക്ഷത്ര തടാകത്തെ ചുറ്റി നമ്മളിങ്ങനെ നടക്കുകയാണ്. നല്ല സുഖമുള്ള കാഴ്ചകൾ. ഇപ്പോൾ പ്രേക്ഷകർക്ക് ഏതാണ്ട് വെളിച്ചമൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മുടെ പിറകിലുള്ള ഈ തടാകവും അതിനപ്പുറത്തുള്ള മലനിരകളും ഈ നക്ഷത്രങ്ങളിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതും ഇതിന്റെ ഒരു സുഖം മനസ്സിലാകുന്നുണ്ടെന്ന് ഇപ്പൊ പറയുന്നുണ്ട് പ്രേക്ഷകര്. അപ്പൊ നമ്മൾ ഈ തടാകമൊക്കെ കാണുമ്പോഴേ പെട്ടെന്ന് ഈ ഊട്ടി കൊടൈക്കനാലൊക്കെ പോകുന്ന ഒരു തോന്നലില്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ മനോഹരമായ മലനിരകളും തടാകവും ജയന്റ് വീലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രേക്ഷകര് കമന്റ്സ് പറയുന്നുണ്ട്. നമ്മുടെ വിനോദ് നായർ എന്ന് പറയുന്ന സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം പറഞ്ഞു ഇരുട്ടാണ്, സൂക്ഷിച്ച് നടക്കണമെന്ന് അല്പം മുമ്പ് പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പൊ വെളിച്ചം വന്നു. മാത്രമല്ല നമ്മളെ എത്രമാത്രം നമ്മുടെ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇബ്രാഹിം മുക്കല്ലിൽ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നു, മൈക്ക് ഇപ്പോൾ എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ക്രിസ്ത്യനോട് ചോദിക്കുന്നുണ്ട്. തുടക്കത്തിൽ ഒരു മൈക്കിലാണ് തുടക്കത്തിൽ നമ്മൾ ഒരു മൈക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൈക്കല്ലേ, അപ്പോ യന്ത്രമാണല്ലോ ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും പണിമുടക്കം ഉണ്ടാവാം. ചെറുതായിട്ടൊന്ന് പണിമുടക്കിയതാണ്, പക്ഷെ അതൊക്കെ ക്ലിയർ ചെയ്തു. നമ്മൾ ക്ലിയർ ചെയ്ത രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു പ്രജൻ. കാരണം നമ്മൾ ഇന്ന് കുറച്ച് എത്തി, കാരണം കുറച്ച് ദൂരെയുള്ള സ്ഥലമായിരുന്നു, കുറച്ച് വൈകിയാണ് എത്തിയത്. അപ്പോ മൈക്കിന്റെ കണക്ഷൻ പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാവുന്നു. അപ്പോ PCR നിന്ന് സനൂപിന് വേണമെങ്കിൽ നമ്മളെ വെപ്രാളപ്പെടുത്താം, വേഗം എന്തിനാ. അപ്പൊ സനൂപ് പറഞ്ഞു സാരമില്ല, ഒരാളുടെ മൈക്ക് ഉണ്ടല്ലോ. അപ്പൊ പ്രജൻ പറയുന്നു എന്റെ കയ്യിൽ മൈക്കുണ്ട്, അപ്പൊ നമുക്കത് മാനേജ് ചെയ്യാം. അപ്പൊ മൊത്തത്തിൽ നമ്മൾ മാനേജ്മെന്റ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സനൂപ് ഇപ്പോൾ PCR ചിരിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം അത് വേറെ വിഷയമാണ്. നമുക്ക് വാർത്തകളിലേക്ക്, നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വരാം. യെസ്, ഇതാ എന്റെ നാടാണെന്ന് ആര്യ രാജേഷ് പറയുന്നുണ്ട്. ഞാൻ യോഗ ചെയ്യുന്നു എന്ന് റഹ്മത്ത് മുസ്തഫ പറയുന്നു. അപ്പൊ എല്ലാവരും ഷാഹുൽ ഹമീദ് പറയുന്നു വെരി ഗുഡ് മോർണിംഗ്. അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് മാത്യു വർഗീസ് ആണെന്ന് തോന്നുന്നു കാണുന്നു. അപ്പൊ US-ലും UK-ലും സിംഗപ്പൂരിലുള്ള നമ്മുടെ സിംഗപ്പൂരിൽ നിന്ന് സ്ഥിരം കാണുന്ന നമ്മുടെ അഷാവി, അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുണ്ട്. ഇവർക്കെല്ലാം നമ്മൾ ഗുഡ് മോർണിംഗ് പറയുന്നു. ക്രിസ്മസ് ആശംസകൾ. അത് ചുവപ്പും വെള്ളയും നല്ല കോമ്പിനേഷൻ ആണെന്ന് ബിനി ചേച്ചി പറയുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞൊന്നുമല്ല, ഒരു ക്രിസ്മസ് സീസൺ ആണ്, അതങ്ങനെ അറിയാതെ വന്നു. എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കൂടി പോകാൻ സമയമായി എന്ന് നമ്മുടെ പ്രൊഡ്യൂസർ സനൂപ് പറയുന്നുണ്ട്. അടുത്ത വാർത്തയിലേക്ക് പോകാം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ചർച്ചയാകുമ്പോൾ പുത്തുമലയിൽ ഭൂമി നഷ്ടപ്പെട്ടവരെ കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇപ്പോഴും പാടികളിൽ ജീവിതം തുടരുന്ന അവരുടെ ജീവിതം എങ്ങനെയാണ്, അവരുടെ ജീവിതം എങ്ങനെയാണ് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. യെസ്, എന്തായാലും 5 വർഷമായിട്ടും ഒരു നടപടിയും സർക്കാർ എടുത്തില്ല എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ
തിരിച്ചറിയേണ്ടതുണ്ട്. ആ ബോധ്യത്തിലാണ് നമ്മളുള്ളത്. സുജിത് അയ്യപ്പൻ ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്, അത് കാണാം. 2019 പുത്തുമല ദുരന്തത്തിൻ്റെ തൊട്ട് മുമ്പ് അവിടെ സ്ഥലമുണ്ടായിരുന്ന വീട്ടുകാരാണ് എനിക്കൊപ്പമുള്ളത്. ആബിദ ഷമീർ. ആ സ്ഥലം അവിടെ പൂർണ്ണമായും ദുരന്തത്തിൽ ഒലിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. പിന്നീട് ഇതിനുശേഷം 2 വർഷത്തോളം ഇവർ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. പിന്നീട് ഇപ്പോൾ ഒരു പാടി മുറിയിലാണ് താമസിക്കുന്നത്. ഇവർക്ക് ഉൾപ്പെടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള തീരുമാനവും ഉണ്ടായിട്ടില്ല. വീട് വെക്കാനായിരുന്നു സ്ഥലം ഉണ്ടായിരുന്നത്. ആ സ്ഥലം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. പുനരധിവാസത്തിൻ്റെ കാര്യം ഇനിയും ശരിയാകാത്തൊരവസ്ഥയാണുള്ളത്. ഇതൊക്കെ ഇവർ അയച്ച അപേക്ഷകളുടെ പകർപ്പുകളാണ്. ആ അപേക്ഷകളുടെ പകർപ്പുകൾ കാണുമ്പോൾ തന്നെ എത്രമാത്രം ദുഃഖഭരിതമായ അവസ്ഥയിലാണ്. ഒരുപക്ഷെ മഴക്കാലത്തൊക്കെ ഇവർക്ക് എപ്പോഴും മാറി താമസിക്കേണ്ട അവസ്ഥയാണ്. ഇവർ എങ്ങോട്ട് പോകും എന്ന് പോലും അറിയാത്തൊരു സ്ഥിതിയുണ്ട്. ഇവിടെ എത്ര വീട്ടുകാർ ഇങ്ങനെ സ്ഥലം നഷ്ടപ്പെട്ടവരുണ്ട്? എന്താണ് സ്ഥിതി? ഇവിടെ ഇപ്പം 4 പേരുണ്ട്. അങ്ങനെ പിന്നെ വേറെ 4 പേർക്ക് പിന്നെ സംഘടനയായിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് എന്നാണ് പറയണത്. ഇത് 5 വർഷമായി ഇപ്പോൾ ഞങ്ങൾക്ക് ഈ സ്ഥലം നഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഒരു സഹായം സർക്കാരിൻ്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടില്ല. എന്തെന്നാ പറയുക, ചെറിയ മക്കളായിട്ട് ഓരോ മഴ വരുമ്പോഴും ഞങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കേണ്ട അവസ്ഥയാണ്. എവിടേക്ക് ഞങ്ങൾ പോകും? ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഈ ക്യാമറൻ്റെ മുമ്പിൽ വീണ്ടും വീണ്ടും ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. കഴുത്തിലുള്ള മഹർ വരെ വിറ്റിട്ടാണ് നമ്മൾ സ്ഥലം മേടിച്ചിട്ടുള്ളത്. അതിലിപ്പോൾ ഒന്നും നമുക്ക് കിട്ടാനില്ല. അതിലുള്ള എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടു. കൃഷി ഉണ്ടായിരുന്നു, കൃഷി നഷ്ടപ്പെട്ടു. അതൊന്നും നമുക്കൊരു അനുഭവം ഇപ്പം കിട്ടാനില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ പുത്തുമല ദുരന്തം ഉണ്ടായിട്ട് അവിടെ വീട് വെച്ച് അവിടെ തന്നെ ഉണ്ട് 2.5 ഏക്കറോളം സ്ഥലം. അതിന്നെങ്കിലും ഒരു 5 സെൻറ്റ് സ്ഥലം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഞങ്ങൾക്കൊരു അംഗീകാരം എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ മഴക്കാലത്ത് വീണ്ടും ഈ മാറി താമസിക്കേണ്ട ഗതികേടുണ്ട്. എവിടേക്ക് മാറുന്നുള്ള ഒരു അവസ്ഥയും കൂടി ഉണ്ടല്ലേ? മഴക്കാലത്ത് ഞങ്ങൾ ഒന്നുകിൽ ബന്ധു വീട്ടിലേക്ക് മാറും, അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാമ്പിലേക്ക് മാറി താമസിക്കും. ഇതാണ് ഇപ്പം ഞങ്ങളുടെ അവസ്ഥ. ഈ പാടിമുറിയിലേക്ക് ജീവിതം വീണ്ടും മാറുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അതെ, വീട് വെക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞങ്ങൾ. എല്ലാം എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. വീടില്ല സ്ഥലത്ത്. അതാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. ഇനി ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടിട്ടോ, ഇനിയൊരു ദുരന്തം ഇതുപോലെ വന്നിട്ട് ഒരു മരണപ്പെട്ടിട്ട് നമുക്ക് ഒരു വീട് കിട്ടുന്നതിലും നല്ലത് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു വീട് തരുന്നതല്ലേ. അതാണ് ഞങ്ങൾ എവിടെയും ഞങ്ങൾ പറയണത്. എന്തായാലും ഇവരെ പോലെ 4 കുടുംബങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇവരുൾപ്പെടെ 4 കുടുംബങ്ങൾ കൂടി ഉണ്ട്. ഇതുപോലെ ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും എല്ലാം തന്നെ ഈ സ്ഥലം നഷ്ടപ്പെട്ട മനുഷ്യരെ എങ്ങനെയാണ് സർക്കാർ പരിഗണിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. ഇവരുടെ അനുഭവം ഇതാണ്. ഇവർക്ക് ഇത്ര കാലമായിട്ടും 5 വർഷമായിട്ടും ഒരു വീട് നൽകാൻ ആരും തയ്യാറായിട്ടില്ല. വീട് വെക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഈ പുത്തുമലയിൽ സ്ഥലത്ത് വീട് വെക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഈ ദുരന്തം ഉണ്ടാവുകയും പൂർണ്ണമായും വീട് ഒലിച്ചു പോവുകയും ചെയ്തത്. ഇത്തരത്തിൽ സ്ഥലം നഷ്ടപ്പെട്ട മനുഷ്യരെ കൂടി പരിഗണിക്കാനുള്ള ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. മനു ദാമോദരനൊപ്പം പുത്തുമലയിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത്, 24.